നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് ചുറ്റും കാക്കത്തൊള്ളായിരം ഹിന്ദു സംഘടനകളെ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത രീതിയിലുള്ള ഭഗവാന്മാരുടെ നാമത്തിൽ. അത് ഹനുമാനായിരിക്കാം, ഭഗവാൻ ശിവദേവനായിരിക്കാം, അത്തരത്തിൽ ഒട്ടേറെ ദേവദേവീ സങ്കല്പങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ഹിന്ദു സംഘടനകളെ കുറിച്ച് നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഇത്രയും ഹിന്ദു സംഘടനകൾ ഉണ്ടായിട്ട് പോലും ഇന്നും ഹിന്ദു സമാജത്തിന് അതിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ലാത്ത രീതിയിലേക്ക് മാറിയതെന്ന് ചിന്തിക്കുന്നിടത്താണ് 10 വർഷവും 20 വയസ്സും 30 വയസ്സും 100 വയസ്സും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഹിന്ദു സംഘടനകൾ, ഓർഗനൈസേഷനുകൾ, അത്തരത്തിൽ സേവാ സംഘങ്ങളാണെങ്കിൽ അങ്ങനെ ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് ഒരു ഉന്നമനവും വന്നില്ല എന്ന് ചോദിക്കുന്നിടത്താണ് ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇവരുടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആയിട്ടുണ്ടോ? ഇത്രയും 100, 101, 102 വർഷമൊക്കെ ആയിട്ടും ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വലിയ ഒരു വേദനയായി കടന്നു വന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇനി ചാനലുകളിൽ മാത്രം ഇരുന്ന് ഘോരം ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഘോര പ്രസംഗങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന ധാരണ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ലയിക്കുന്നു. അങ്ങനെയാണ് ഞാനൊരു ഹിന്ദു സംഘടനയിൽ ഇറങ്ങി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ആ രീതിയിലേക്ക് ഞാനൊരു സംഘടനയെ സെർച്ച് ചെയ്തതും അത്തരത്തിൽ ഞാൻ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന, നമ്മൾക്കെല്ലാം അറിയുന്ന ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയാജി, അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് 2018 ജൂൺ 24-നാണ് ആ സംഘടനയുടെ രൂപീകരണം. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ, വെറും 8 വർഷം കൊണ്ട് ഭാരതത്തിലെ അതല്ലെങ്കിൽ ലോകത്തെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഹിന്ദു ഓർഗനൈസേഷൻ എന്ന പേര് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് AHP ആയി മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം RSS എന്ന് പറയുന്ന നമ്മുടെ എല്ലാം മാതൃസംഘടന അതൊരു ഓർഗനൈസേഷൻ അല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. കാരണം ഏതൊരാൾക്കും സ്വയം സേവകനാവാം. സ്വയം സേവകൻ എന്നുള്ളതിന്റെ നിർവചനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സ്വയം ആന്തരികമായിട്ട് തന്നെ തോന്നിക്കൊണ്ട് നമ്മുടെ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതൊരാളും സ്വയം സേവകനാണ്. അല്ലാതെ RSSന്റെ ശാഖയിൽ പോയവന്മാർ മാത്രമാണ് ഈ പറയുന്ന സ്വയം സേവകന്മാർ എന്ന് ശുഷ്കിച്ച ചിന്താഗതിയുമായി ചിന്തിച്ചു നടക്കുന്നവരോട് കൂടുതലൊന്നും പറയാനില്ല. ഓരോ സമാജ സ്നേഹിയും, ഓരോ രാഷ്ട്ര സ്നേഹിയും, ഓരോ ദേശസ്നേഹിയും ഓരോ സ്വയം സേവകൻ തന്നെയാണ്. അത്തരത്തിൽ ആ സ്വയം സേവകരെ വലിയ വ്യാപ്തിയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാനായോ ഇത്രയും 100 വർഷങ്ങൾക്ക് ശേഷവും എന്ന ചിന്ത നമ്മൾ എല്ലാവരും എടുക്കേണ്ടത് തന്നെയാണ്. എന്തായാലും അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ 2019 മുതൽ തന്നെ അതിന്റെ കൃത്യമായിട്ടും ഒരു അനുഭാവിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊട്ടേറെ ഹിന്ദു സംഘടനകൾ, അത് VHP ആയാലും ഹിന്ദു ഐക്യവേദി, എല്ലാ ഹിന്ദു സംഘടനകളെയും അതല്ലെങ്കിൽ എല്ലാ ഹിന്ദുക്കളെയും ഒന്നിപ്പിക്കാൻ നടക്കുന്ന ഹിന്ദു ഐക്യവേദിയാണെങ്കിലും മറ്റ് ഒട്ടേറെ ഹിന്ദു സംഘടനകളുമായിട്ടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെയായിരുന്നു എൻ്റെ ചാനൽ ജീവിതം ഇതുവരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ചാനൽ മാത്രം നോക്കിയിരുന്നിട്ട്, ചാനലിൽ മാത്രം ഘോരം സംസാരിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഹൈന്ദവ സമാജത്തിന് വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടി രംഗത്തിറങ്ങുകയല്ലാതെ വേറെ നിർവാഹമില്ല. അങ്ങനെയാണ് ഞാൻ സജീവമായി തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തന്നെ പ്രവർത്തിക്കാൻ സന്നദ്ധനായത്. എന്തായാലും ഇന്നിപ്പോൾ AHPയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്ന് പറയുന്ന ആ പദവി വഹിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ ഹൈന്ദവനെയും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ അവരുടെ വേദനകളിലും അവരുടെ സംഘടനകളിലും അവരുടെ ആഘോഷങ്ങളിലും ഒരു എളിയ പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ചാനലുകളിൽ വീഡിയോ വളരെ കുറവായിരിക്കും. നോക്കൂ, ഞാനിതൊക്കെ പറയാൻ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, എന്തിനാണ് ഇനിയും ഒരു ഹിന്ദു സംഘടന എന്ന് ചോദിക്കുന്ന പല വ്യക്തികളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നെഞ്ചത്ത് തൊട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഓരോ ഹിന്ദു സംഘടന നേതാക്കന്മാർക്കും അതിൽ പ്രവർത്തിക്കുന്ന അണികൾക്കും പറയാൻ പറ്റുമോ, ഹിന്ദുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ഇവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോ സംഘടനാ നേതൃത്വമോ എന്നെങ്കിലും കണ്ണോടിച്ചിട്ടുണ്ടോ? നോക്കൂ, ശാഖയിൽ പോകുന്നവൻ മാത്രമാണ് സ്വയം സേവകൻ എന്ന ശുഷ്കിച്ച ചിന്തയുമായി നടക്കുന്ന ആളുകൾക്ക് മുൻപിൽ നമ്മൾ വലിയ ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഹിന്ദുവിനെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും, എന്തിനേറെ രാജ്യദ്രോഹി മുസ്ലിം സംഘടനകളായിട്ടുള്ള
സംഘടനകൾ പോലും വിഭജിച്ചെടുത്തുകൊണ്ട് ഇത്ര കണ്ട് ഹിന്ദുവിന് നേരെ കുരയ്ക്കുന്നത്, ഹിന്ദുവിന് നേരെ നിലപാടെടുക്കുന്നത് എന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ അരികിലേക്ക് വരുന്ന ഹിന്ദു പ്രവർത്തകരാണെങ്കിലും ഹിന്ദു നേതാക്കന്മാരാണെങ്കിലും എങ്കിൽ അവരോട് ചോദിക്കണം നമ്മൾ, എന്തുകൊണ്ടാണ് ഈ ഹിന്ദു ഇന്നും ഉണർന്നിട്ടില്ല, ഹിന്ദുവിന്റെ വേദനകൾക്ക് ഇന്നും അറുതി വന്നിട്ടില്ല എന്ന് നമ്മൾക്ക് വേദനയോടെ പറയേണ്ടി വന്നത് എന്ന് അവരോട് നമ്മൾ ചോദിക്കണം. അവിടെ നമ്മൾക്ക് സ്വയം ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അത്തരം ഉത്തരം കിട്ടിയത് കൊണ്ട് തന്നെയാണ് AHP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയജിയുടെ ആ സംഘടനയിൽ ഞാൻ ചേർന്നത്, ഇന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കരുതും പണം ഇന്ന് വരും നാളെ പോവും, അതല്ലെങ്കിൽ നാളെ വന്നാൽ മറ്റന്നാൾ വരില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കളിയാക്കിയിട്ടും കാര്യമായിട്ടും പറയാറുണ്ട്. എത്ര ഹിന്ദു വീടുകൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി ഓരോ നിമിഷവും തള്ളി നീക്കി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇല്ലെന്നേ. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഹിന്ദു ഭവനങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ചെന്നിട്ടുണ്ടോ? ഇല്ലെന്നേ. ഇന്ന് മതിലുകൾ, വലിയ വലിയ മതിലുകൾ പണിതുയർത്തിക്കൊണ്ട് ഇപ്പുറത്തുള്ളവൻ അപ്പുറത്തെ കാണാവൻ, അപ്പുറത്തുള്ളവൻ ഇപ്പുറത്തെ കാണാത്ത രീതിയിൽ ജീവിക്കുന്ന ഓരോ ഹിന്ദുവും മനസ്സിലാക്കുക, ദാരിദ്ര്യം കൊണ്ട് കണ്ണു കാണാതെ, ഇത് ആരോടും പറയാൻ പറ്റാതെ തൻ്റെ വിശപ്പിന്റെ ആ വേദന സ്വയം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഇന്നുമുണ്ട് ഈ നാട്ടിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് AHP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുക. 5 മുതൽ 50 വരെയുള്ള വീടുകളെ ചേർത്തുകൊണ്ട് ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾ, ആ കുടുംബങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി അവർക്ക് തന്നെ അതിനുള്ള നിർവചനം, അവർക്ക് തന്നെ അതിനുള്ള ഉത്തരം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുക എന്ന വലിയ ദൗത്യം. ആ ദൗത്യം തന്നെയായിരുന്നു നമ്മൾ കണ്ടു 15 വർഷം അടക്കി ഭരിച്ച മമതാ ബാനർജി എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധ സ്ത്രീയെ. ആ സ്ത്രീയെ 15 വർഷങ്ങൾക്ക് ശേഷം പരാജയപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ അവരെ അടിവേരോടെ പിഴുതെറിഞ്ഞുകൊണ്ട് ഹിന്ദു വിജയം നമ്മൾ അവിടെ കണ്ടതാണ്. ആ ഹിന്ദു വിജയത്തിന് പിറകിൽ ഏകദേശം 5 വർഷത്തോളം കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള പൂർണ്ണ സമയ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് സ്വയം സേവകർ എന്ന് പറഞ്ഞാൽ RSSൽ മാത്രമുള്ളവരല്ല. ഈ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം ത്യജിക്കാൻ വേണ്ടി സ്വമനസാലെ സമാജത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള എല്ലാവരും സ്വയം സേവകർ തന്നെയാണ്. അത് VHP-കാരനാണെങ്കിലും AHP-കാരനാണെങ്കിലും ഹിന്ദു ഐക്യവേദിക്കാരനാണെങ്കിലും RSSകാരനാണെങ്കിലും ആരാണെങ്കിലും അവരെല്ലാം സ്വയം സേവകർ തന്നെയാണ്. അത്തരത്തിൽ 1200ഓളം വരുന്ന പൂർണ്ണ സമയ പ്രവർത്തകർ, സമാജ സേവകർ, അവർ രംഗത്തിറങ്ങി അവരെല്ലാ ഹിന്ദുക്കളെയും ബോധവൽക്കരിച്ചു. ആ ഹിന്ദുക്കളുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അവർ നേരിട്ട് കണ്ട് അത് പരിഹരിച്ചു. ആ പരിഹരിച്ചതിന്റെ റിസൾട്ട് തന്നെയായിരുന്നു ചുരുങ്ങിയ 5 വർഷം കൊണ്ട് 15 വർഷം ഒരു നാട് അടക്കി ഭരിച്ച ഒരു മറുതയെ, ഒരു ദുഷ്ടയെ, ഒരു ഹിന്ദു വിരുദ്ധയെ നിലം തൊടിയിക്കാതെ പറപ്പിച്ചത് നമ്മൾ കണ്ടു. ഇന്ന് അവിടെ വിജയ സാമ്രാട്ട് തന്നെയാണ്, ഹിന്ദു വിജയ സാമ്രാട്ട് എന്ന രീതിയിൽ തന്നെ മാറിയിരിക്കുന്ന സുവേന്ദു അധികാരി ഭരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് കേരളത്തിലെ വിഷയങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. കേരളത്തിൽ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഹിന്ദുവിന്റെ സ്ഥിതി മാറേണ്ടതുണ്ട്. ഹിന്ദു എല്ലാ കാലവും കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസ്സുകാരനെയും ജിഹാദികളുടെയും അടിമകളായി ജീവിക്കേണ്ടതല്ല. അതുകൊണ്ട് ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആ വേരിലേക്ക് നമ്മൾ വളമിട്ടത് കൊണ്ടേ കാര്യമുള്ളൂ എന്ന ചിന്ത, ആ ചിന്ത കൊന്നുകൊണ്ട് മാത്രമാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഇന്ന് ഇത്ര കണ്ട് പടർന്നു പന്തലിക്കുന്നത്. എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ നേരിട്ട് ബൈഠക്കുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ അവരുടെ വേദനകളും വിഷമങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തിയുടെ വലിയൊരു റിസൾട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ വരുന്ന ഓഗസ്റ്റ് 16 നമ്മൾ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം എന്നുള്ള പേരിൽ കോഴിക്കോട് തളി ക്ഷേത്രത്തിന്റെ നേരെ മുൻപിലുള്ള നമ്മൾക്കെല്ലാം അറിയുന്ന സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം എന്ന ഈ വർഷത്തെ ആ പ്രോഗ്രാം നമ്മൾ കൊണ്ടാടുകയാണ്. എല്ലാ വർഷവും നടത്തുന്ന സംസ്ഥാന പ്രോഗ്രാം തന്നെയാണ്. ഇക്കുറി മലബാറിന്റെ, നമ്മൾക്കറിയാം കോഴിക്കോട് എന്ന് പറയുന്ന ആ ദേശം മലബാറിന്റെ ഏറ്റവും ക്രൂരതകൾ എന്നായാലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അത് അന്ന് 921 ആയാലും അതിനു മുൻപായാലും അതിന് ശേഷമായാലും ഈ അടുത്ത നാളുകളിലായാലും
മാറാടക്കമുള്ള ഈ സ്ഥലങ്ങളിലായാലും ഒട്ടേറെ വേദനകളും വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലബാർ എന്ന് പറയുന്ന മലബാർ കലാപം, മാപ്പിള കലാപത്തിന്റെ ദുഷ്ടക്രൂരതയുടെ ഏറ്റവും വലിയ ഇരകളാക്കപ്പെട്ട ആ മലബാറിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ആ പ്രോഗ്രാമിലേക്ക് ഉദാരമായിട്ട് നിങ്ങൾ സഹകരിക്കേണ്ടതുണ്ട്, സഹായിക്കേണ്ടതുണ്ട്. നിങ്ങൾ മനുഷ്യബലം കൊണ്ട്, ആൾബലം കൊണ്ട് അവിടെ വന്നു ചേരേണ്ടതുണ്ട്. ഓഗസ്റ്റ് 16 2:30 മണിക്കാണ് നമ്മുടെ പ്രകടനം തുടങ്ങുക. ഏകദേശം 3-3:30 കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലേക്ക് പ്രവേശിക്കും. അവിടെ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം, അത്തരത്തിലാണ് നമ്മുടെ പ്രോഗ്രാം. ഏകദേശം മാക്സിമം പോയാലും 3 മണിക്കൂറിനുള്ളിൽ തീരുന്ന രീതിയിലുള്ള ചിട്ടയായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നടത്തുന്നത്. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ക്ഷണിക്കുക തന്നെയാണ്. നമ്മൾക്ക് രാഷ്ട്രീയ സംഘടനാ ചേരിതിരിവില്ല. ഹിന്ദു എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിന് കീഴിലുള്ള ഏതൊരു ഹിന്ദുവിനും വരാം. ഹിന്ദു സമാജത്തിന് വേണ്ടി ഇത്രയും കാലം ഞാൻ കൊടി പിടിച്ചു. അത് ചുവപ്പായിക്കോട്ടെ, പച്ചയായിക്കോട്ടെ, വെള്ളയായിക്കോട്ടെ, കാവിയായിക്കോട്ടെ, ഈ കൊടിയെല്ലാം പിടിച്ചിട്ടും ഇന്ന് ഹിന്ദുവിന് ഒരു ഉന്നമനവും ഉണ്ടായിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ള ഓരോ ഹിന്ദുവിനും അവിടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോസ്റ്ററുകളായിട്ട് തന്നെ. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് നിങ്ങളുടെ ഉദാരമായിട്ടുള്ള സംഭാവന വേണ്ടതുണ്ട്. സംഭാവന ശാരീരികമായിട്ടും മാത്രമല്ല സാമ്പത്തികമായിട്ടും വേണ്ടതുണ്ട്. ആ സഹായം ചെയ്യാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഗൂഗിൾ പേ നമ്പർ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ ആദ്യ കമന്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രീതിയിലും സഹായിക്കണം. സഹായിച്ചതിന് ശേഷം നിങ്ങൾ അയക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായിട്ട് റെസീറ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ 9961 471 470 എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചിട്ടുള്ള ഓരോ രൂപയുടെയും സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ആ വാട്സപ്പ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും അതാത് സമയം തന്നെ കൃത്യമുള്ള റെസീറ്റുകൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ചിട്ടയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഹിന്ദു സംഘടനയ്ക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പൂർണ്ണമായിട്ടും വേണ്ടതുണ്ട്. ഓരോ ഹിന്ദു സമാജ പ്രവർത്തകനും സ്വയം ഞാൻ അഭിമാനിക്കുന്നു ഒരു ഹിന്ദു ആയതിൽ നിന്ന് ആ സംസ്കാരത്തോടെ, അഭിമാനത്തോടെ നട്ടല്ലുയർത്തി പറയുന്ന ഓരോ ഹിന്ദുവിനും വീണ്ടും വീണ്ടും സ്വാഗതമേകുകയാണ്. ഓഗസ്റ്റ് 16 തളി ക്ഷേത്രത്തിന് മുൻപിൽ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത് പ്രോഗ്രാം. അതിലേക്ക് മാക്സിമം ഉദാരമായി സംഭാവന ചെയ്യുക. അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും പല സ്ഥലങ്ങളിലായിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ഗൂഗിൾ പേ നമ്പർ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, 2 നമ്പർ. അപ്പോൾ പരമാവധി ആളുകൾ സഹായിക്കുക. ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു UPI ട്രാൻസാക്ഷൻ നമ്പറാണ് 9961 471 470. അതിലേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ രൂപയുടെയും സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് റെസിപ്റ്റും കിട്ടും. വാട്സപ്പിലൂടെ തന്നെ താൽക്കാലിക റെസിപ്റ്റ് കിട്ടും. അതുകൊണ്ട് തീർത്തും സുതാര്യമായി തന്നെ നടക്കുന്ന ഈ വലിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഉദാര സംഭാവനകൾ നൽകുക. മാത്രമല്ല പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി നേരിട്ട് പങ്കെടുക്കുക. അതിനുവേണ്ടി വലിയൊരു ക്ഷണം കൂടിയായിട്ട് ഈ വീഡിയോയെ എൻ്റെ ഈ വാക്കുകൾ ഏറ്റെടുക്കണമെന്ന് എളിമയോടെ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.